Hello students, welcome to Easy Learning with സുവിധ. ഹലോ സ്റ്റുഡൻസ്, 7ാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം അഥവാ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ മലയാളം കേരള പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. കാരണം കേരള പാഠാവലിയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരികയെന്നും അവയ്ക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നും കൃത്യമായി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെയും കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതിയാവും, അതിൻ്റെ ഉത്തരം തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നതാണ്. കവിത വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മലയാളം എന്നതാണ് കവിതയുടെ പേര്. ചേരമാൻ പെരുമാൾ വായിച്ച ഭാഷ, കേരങ്ങളൊക്കെയും വാഴിച്ച ഭാഷ, ഞാറു നടുന്നോരു നാടിൻ്റെ ഭാഷ, ചേറു പുരണ്ടോരു നാടിൻ്റെ ഭാഷ, പുള്ളുവ വീണ മിടിക്കുന്ന ഭാഷ, ചുരികത്തഴമ്പുള്ള നാടോടി ഭാഷ, കണ്ണകി കണ്ണു മിഴിപ്പിച്ച ഭാഷ, കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ, ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ, ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ, മീൻ തൊട്ടു കൂട്ടിയ പട്ടേരി ഭാഷ, തേൻ ചുരത്തിത്തന്ന കായാമ്പു ഭാഷ, വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ, ഉള്ളം നിറഞ്ഞുറഞ്ഞാടിയ ഭാഷ, ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ, തമ്പുരാക്കന്മാർ മുറുക്കിയ ഭാഷ, ചിന്തതൻ ചന്തം പകരുന്ന ഭാഷ, പൈതലിന് ഹാസം പതയുന്ന ഭാഷ, പ്രേമം നിറഞ്ഞു വഴിയുന്ന ഭാഷ, കണ്ണീര് മുത്തായി മാറുന്ന ഭാഷ, ഇടനെഞ്ചു പൊട്ടും ഇടയൻ്റെ ഭാഷ, മണിനാഥമായി മുഴങ്ങിയിടുന്ന ഭാഷ, നാരു പിരിക്കുന്ന നേരിൻ്റെ ഭാഷ, കൊയ്തുമെതിക്കുന്ന വേർപ്പിൻ്റെ ഭാഷ, മാമരങ്ങൾ പൂത്ത കാടിൻ്റെ ഭാഷ, നീളെ കടൽത്തീര പാടുന്ന ഭാഷ, സൂര്യകാന്തിപ്പൂ ചിരിക്കുന്ന ഭാഷ, സൂര്യനായി കത്തിജ്വലിക്കുന്ന ഭാഷ. അപ്പോൾ ഇതാണ് കവിത. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഈ കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാറു നടുന്നൊരു നാടിൻ്റെ ഭാഷ, ചേറു പുരണ്ടൊരു നാടിൻ്റെ ഭാഷ. ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: കൃഷിപ്പാട്ട്, വടക്കംപാട്ട്, തോറ്റംപാട്ട്. ഏതാണ്? ഞാറു നടുന്നൊരു, ചേറു പുരണ്ടൊരു എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ്. കൃഷിപ്പാട്ടാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, കൃഷ്ണഗാഥയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന വരി ഏത്? ഓപ്ഷൻസ്: പൈതലിന് ഹാസം പതയുന്ന ഭാഷ, ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ, മീൻ തൊട്ടു കൂട്ടിയ പട്ടേരി ഭാഷ. ഏതാണ്? കൃഷ്ണഗാഥയിലെ ഒരു വരി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു വരിയെ സൂചിപ്പിക്കുന്ന വാക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ നോക്കൂ, ആളുന്തിപ്പാട്ട് ഉന്തും തുന്തും 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 താളയുണ്ട് എന്ന വരി കൃഷ്ണഗാഥയിലെയാണ്. അപ്പോൾ ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേലെറിഞ്ഞു ചിരിച്ചൊരാൾ. അമ്മ മലയാളം, കുരിപ്പുഴ ശ്രീകുമാർ. ഈ വരികളുമായി സാമ്യമുള്ള വരി ഏത്? കണ്ണീര് മുത്തായി മാറുന്ന ഭാഷ, ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ, കണ്ണകി കണ്ണു മിഴിപ്പിച്ച ഭാഷ. ഏതാണ്? താരാട്ടുപാട്ടിൻ്റെ എന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ എന്നതാണ് ഇതിന് സാമ്യമുള്ള വരി. ഇനി നാലാമത്തെ ചോദ്യം, മലയാള ഭാഷയെ കൈപിടിച്ചുയർത്തിയ കവികളും അവരുടെ കവിതയെക്കുറിച്ചുള്ള സൂചനകളും താഴെ കൊടുക്കുന്നു. ചേരുംപടി ചേർക്കുക. എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്തു വാര്യർ എന്നീ പ്രശസ്ത കവികളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. എഴുത്തച്ഛന് നേരെ വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷയെന്നും, കുഞ്ചൻ നമ്പ്യാർക്ക് നേരെ കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷയെന്നും, രാമപുരത്തു വാര്യർക്ക് നേരെ ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷയെന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എഴുത്തച്ഛൻ എന്ന് പറയുന്നത് കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ ഈ ഒരു വാക്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കവിത അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർക്ക് നേരെ ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ, അതായത് ഏതാണ്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർക്ക് നേരെ ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ. ഇനി രാമപുരത്തു വാര്യർക്ക് നേരെ വരേണ്ടത് ഏതാണ്? വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ. ഏതാണ്? വഞ്ചിപ്പാട്ടിൻ്റെ വക്താവാണ് ആര്? രാമപുരത്തു വാര്യർ. അപ്പോൾ വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ എന്നതാണ്. അപ്പോൾ എഴുത്തച്ഛന് നേരെ കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷയെന്നും,
കുഞ്ചൻ നമ്പ്യാർക്ക് നേരെ ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷയെന്നും രാമപുരത്ത് വാര്യർക്ക് നേരെ വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷയെന്നുമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 2 ഓപ്ഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മൂന്നാമത്തതും കിട്ടും. അപ്പോൾ ഇത് ചേരുംപടി ചേർക്കുമ്പോൾ കൃത്യമായി വായിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിന് സാമ്യമുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി 5-ാമത്തെ ചോദ്യം, ഈ കവിതയ്ക്ക് ഉചിതമെന്ന് തോന്നുന്ന മറ്റൊരു തലക്കെട്ട് നൽകുക. അപ്പോൾ മലയാള ഭാഷയെ പ്രകീർത്തിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ നമുക്ക് അമ്മ മലയാളം എന്നോ സ്നേഹ മലയാളം എന്നോ അങ്ങനെ എന്തെങ്കിലും മലയാള ഭാഷയെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു തലക്കെട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി പ്രവർത്തനം 2 പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എ ക്വസ്റ്റ്യൻ, ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ ജനിക്കുന്ന സമയം മുതൽ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണം എന്നത് നിർബന്ധമായതുകൊണ്ട് എന്താണ്, ഞാൻ ഭാര്യയുടെ പേര് അങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടി ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുമല്ലോ, അതിന് പേര് തന്നെ ഇംഗ്ലണ്ടിലാക്കി എന്നൊരു ആക്ഷേപഹാസ്യ രീതിയിലാണ് ഇവിടെ കുഞ്ഞുണ്ണി മാഷ് ഈ കവിതയിൽ പറയുന്നത്. അതായത് മലയാളം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നത് എന്തോ താഴ്ന്ന ഒരു കാര്യമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൻ്റെ നേർചിത്രമാണ് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. മോനെ, ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണ് എന്ന് ഒരു വഴി യാത്രക്കാരൻ ചോദിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വ്യക്തി പറയുകയാണ്, സ്ട്രെയിറ്റ് പോയി സെക്കൻഡ് ലെഫ്റ്റ് എടുത്താൽ കാണുന്ന മിൽമ ബൂത്തിൻ്റെ ഓപ്പോസിറ്റാണ് ജില്ലാ ആശുപത്രി. അപ്പോൾ ഇതൊരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ 2 പേരുടെയും സംഭാഷണം നോക്കുക. മലയാള ഭാഷയെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള സംഭാഷണമാണ് ഈ സംഭാഷണത്തിലും കാണാൻ പറ്റുന്ന അതേ തരത്തിലുള്ള ആശയമാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും 2 വഴിയാത്രികൾ തമ്മിലുള്ള സംഭാഷണവും വായിച്ചല്ലോ. മലയാള പദങ്ങൾ ഉപയോഗിക്കാനാവുന്ന സന്ദർഭങ്ങളിൽ പോലും ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നില്ലേ? മലയാളിക്ക് മലയാളത്തോടുള്ള മമത കുറയുന്നുവോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തന്നിട്ടുള്ള വിഷയം കൃത്യമായി മനസ്സിലാക്കി അതിന് ശരിയായ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ടാണോ പ്രതികൂലിച്ചുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. അനുകൂലിച്ചുകൊണ്ടാണെങ്കിലും പ്രതികൂലിച്ചുകൊണ്ടാണെങ്കിലും അത് സമർത്ഥിക്കാനുള്ള അത്രയും ആശയവും അത്രയും പോയിൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ മലയാള ഭാഷയോടുള്ള മമത കുറഞ്ഞു തന്നെ വരികയാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള ആനുകാലിക സംഭവങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വഴിയാത്രകൾ തമ്മിലുള്ള സംഭാഷണവും കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയും ഒക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, മലയാള ഭാഷയോടുള്ള മമത കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ മലയാള ഭാഷ പ്രയോഗിക്കുന്നത് എന്തോ കുറവായി കാണുന്ന ഒരു സമൂഹമാണ് ഇനി വളർന്നു വരുന്നത്. അപ്പോൾ ഇതിനോട് പ്രതികരിച്ചു കൊണ്ടൊരു കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഇത് മലയാള ഭാഷയെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മലയാള ഭാഷയോടുള്ള ഇന്നത്തെ ഒരു തലമുറയുടെ മനോഭാവം, ഇതൊക്കെ വച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വരും തീർച്ചയായും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ, കാവ്യനർത്തകി എന്ന കവിതയിൽ നർത്തകിയായി കവിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണ്? മലയാള ഭാഷയാണ് കാവ്യനർത്തകി എന്ന കവിതയിൽ കവിയുടെ മുമ്പിൽ നർത്തകിയായി വന്നു നിൽക്കുന്നത്. ഇനി 3-ാമത്തെ പ്രവർത്തനം നോക്കാം. നോട്ടീസാണ്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പുതുവത്സര ആഘോഷം നടത്തുന്നു. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കുരീപ്പുഴ ശ്രീകുമാർ. മലയാളത്തിൽ പുതുവത്സര ആശംസ വചനങ്ങൾ തയ്യാറാക്കൽ, കാവ്യാലാപനം, നിർത്താതെ മലയാളം 1 മിനിറ്റ് പ്രസംഗം, കാവ്യകേളി ഇവയാണ് പ്രധാന പരിപാടികൾ. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഈ പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ്
അതിൻ്റെ ഒരു മാതൃക എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആ ഒരു മാതൃകയിലാണ് എഴുതേണ്ടത്. പിന്നീട് തന്നിട്ടുള്ള വിഷയത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നോട്ടീസിൻ്റെ ഒരു മാതൃക എല്ലാവരും കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു നോട്ടീസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. നാലാമത്തെ പ്രവർത്തനം ജീവചരിത്രക്കുറിപ്പാണ്. അതിൽ എ ക്വസ്റ്റ്യൻ. ഇവിടെ രാജാ രവിവർമ്മയുടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ജീവചരിത്രക്കുറിപ്പ് തീർച്ചയായും നിങ്ങൾക്ക് കുറച്ച് സൂചനകൾ തന്നിട്ട് എഴുതാൻ വരും. അപ്പോൾ എങ്ങനെയാണ് സൂചനകളിലൂടെ ജീവചരിത്രക്കുറിപ്പ് എഴുതുക എന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ജനനം 1848 ഏപ്രിൽ 29. ജന്മസ്ഥലം കിളിമാനൂർ കൊട്ടാരം തിരുവനന്തപുരം. മാതാപിതാക്കൾ ഉമാ അംബാഭായ് തമ്പുരാട്ടി, ഏഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്. ഗുരു കൊട്ടാരം ചിത്രകാരൻ രാജരാജവർമ്മ. മരണം 1906 ഒക്ടോബർ 2. പ്രധാന ചിത്രങ്ങൾ വിളക്കേന്തിയ വനിത, അതാ അച്ഛൻ വരുന്നു, ഹംസവും ദമയന്തിയും, ദർഭമുന കൊണ്ട ശകുന്തള. അംഗീകാരങ്ങൾ 1871 മഹാരാജാവിൽ നിന്ന് വീരശൃംഖല അവാർഡ് കിട്ടി. 1873 മദ്രാസിൽ നടന്ന കലാപ്രദർശനത്തിൽ സുവർണമുദ്ര ബഹുമതി ലഭിച്ചു. കൊട്ടാര ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ച് തുടങ്ങി. എണ്ണച്ചായ ചിത്രരചനയിൽ പ്രാവീണ്യം നേടി. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമാണ് രാജാ രവിവർമ്മ. മുകളിൽ കൊടുത്തിട്ടുള്ള വിശദാംശങ്ങൾ യുക്തിപരമായി ക്രമപ്പെടുത്തി എണ്ണച്ചായ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരുടെ ജീവചരിത്രക്കുറിപ്പ് എന്ന് തലക്കെട്ട് നൽകിയതിന് ശേഷം ആരുടെ ജീവചരിത്രക്കുറിപ്പാണ് എന്നതും കൂടെ തലക്കെട്ടിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം അവർ ഏത് മേഖലയിൽ പ്രാവീണ്യമുള്ള ആളാണ് എന്ന് തുടങ്ങിക്കൊണ്ട് അവർ ജനിച്ച വർഷം, അവരുടെ കൃതികൾ, അതുപോലെ അവരെ എന്തെങ്കിലും രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്, അവരുടെ മാതാപിതാക്കളുടെ പേര്, ജനിച്ച സ്ഥലം, അതിനുശേഷം മാതാപിതാക്കളുടെ പേര്, അതുപോലെ തന്നെ സഹോദരങ്ങളുടെ പേരുകളുണ്ടെങ്കിൽ അത്, പിന്നെ അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, കൃതികൾ, അതുപോലെ തന്നെ കൃതികൾക്ക് ശേഷം അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, പിന്നീട് അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം, അത്രയും ഉൾപ്പെടുത്തി വേണം ജീവചരിത്രക്കുറിപ്പ് ക്രമമായി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് രാജാ രവിവർമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ബി ക്വസ്റ്റ്യൻ, സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ മത്സരത്തിനായി ക്രിസ്റ്റി ബ്രൗൺ പെയിൻറ് ചെയ്ത ചിത്രം ഏതാണ്? നമുക്കറിയാം, സിൻഡ്രല്ല രാജകുമാരനോടൊത്ത് നൃത്തം ചെയ്യുന്ന ചിത്രമായിരുന്നു. ഇനി പ്രവർത്തനം 5 ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ്. നോക്ക് എടാ നീ നേടി നോക്ക്. പെയിൻറ്റിംഗ് മത്സരത്തിൽ സമ്മാനം നേടിയ ബ്രൗണിനോട് അച്ഛൻ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കുകളാണിത്. സിൻഡ്രല്ലയുടെയും രാജകുമാരൻ്റെയും ചിത്രത്തിന് സമ്മാനം നേടിയ ക്രിസ്റ്റി ബ്രൗണിനെ അഭിനന്ദിച്ചുകൊണ്ട് വ്യത്യസ്തമായ 2 ഇമെയിൽ സന്ദേശങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക എന്നത് കൃത്യമായി പഠിച്ചു വെക്കണം. ആ ഒരു ഫോർമാറ്റ്, ആ ഒരു മാതൃക നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നീട് നിങ്ങൾക്ക് തന്നിട്ടുള്ള വിഷയം അതിൽ ചേർത്താൽ മതി. അപ്പോൾ ഫോർമാറ്റ് കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 6 ലേഖനം. ഞാൻ പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി.
ഒരു നാൾ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴക തുടിക്കും പൂമ്പാറ്റത്തളിരായി. സി ഗംഗാധരൻ നായരുടെ കവിതയാണ്. ചിത്രശലഭങ്ങൾ. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പെ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. എസ് ജോസഫിൻ്റെ കവിത. അപ്പോൾ ഈ 2 കവിതകളും, അതായത് സി ഗംഗാധരൻ നായരുടെ ഞാൻ എന്ന കവിതയും എസ് ജോസഫിൻ്റെ ചിത്രശലഭങ്ങൾ എന്ന കവിതയും നോക്കുക. പുഴുവായിരുന്ന പൂമ്പാറ്റ വളർന്ന് അഴകാർന്ന ചിത്രശലഭമായി മാറുന്നു. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നേർരൂപമാണ് കുട്ടികൾ. വളരുംതോറും മനുഷ്യന് മാനവികതയുടെ ചിറകുകൾ നഷ്ടമാകുന്നുണ്ടോ? മുകളിലെ വരികളും പ്രസ്താവനകളും പരിഗണിച്ച് ലഘുലേഖനം തയ്യാറാക്കുക. ലേഖനത്തിന് ഉചിതമായ തലക്കെട്ടും നൽകണം. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യന് വളരുംതോറും മാനവികത നഷ്ടമാവുന്നുണ്ടോ എന്ന വിഷയത്തിൽ എങ്ങനെയാണ് ഒരു ലഘുലേഖനം തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞതെപ്പോൾ? അപ്പോൾ അതിൻ്റെ ഉത്തരം പുഴുക്കളായി ഇഴഞ്ഞ കാലത്താണ്. പുഴുക്കളായി നടന്ന കാലത്താണ് ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യപേപ്പർ ഡിസ്കഷൻ അല്ലെങ്കിൽ മാതൃകാ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ മോഡൽസ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇതേ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ.